ഹലോ, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞാൻ പോയോണ്ടിരിക്കുന്നത് ചെമ്പരത്തിയുടെ ചോട്ടിക്കട്ടോ. അപ്പോൾ അവിടെ ഒരു സാധനം വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കിയെടുക്കാൻ പോവുകയാണ്. ആ സാധനമാണ് ഇത്, ചെമ്പരത്തി കേട്ടോ. ചെമ്പരത്തി ഇങ്ങനെ വാടി വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പെറുക്കിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ പോവുക കേട്ടോ. അപ്പോൾ കുറേ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കിയെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെന്താണ് കാണിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരു നല്ലൊരു താളി ഉണ്ടാക്കാം കേട്ടോ, ഉണക്കിയിട്ട്. അപ്പോൾ അത് കുറേ ഞാൻ വീണടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് കേട്ടോ. കിട്ടണ ചെമ്പരത്തിയൊക്കെ ഞാൻ എടുത്തിട്ട് ഉണക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ കുറേ പൂവ് ഞാൻ മരത്തുമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ അത് പൊട്ടിച്ചപ്പോൾ അമ്മ പറഞ്ഞു വിരിഞ്ഞ് നിൽക്കുന്നത് പൊട്ടിക്കേണ്ട, അത് ഉണങ്ങി കിട്ടാൻ കുറച്ച് പണിയായിരിക്കും, കൊഴിഞ്ഞത് മാത്രം ഉണക്കിയാൽ മതി, അതാകുമ്പോൾ 2 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും, മറ്റേതാകുമ്പോൾ ഒരു 4 ദിവസം പിടിക്കട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വേണ്ട വിരിഞ്ഞ് കണ്ടപ്പോൾ ഞാൻ വേഗം അതും ഉണങ്ങി കിട്ടുമല്ലോ പറഞ്ഞിട്ട് അതും പൊട്ടിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു അത് നാളേക്ക് കൊഴിയുമല്ലോ, അപ്പോൾ ഉണക്കിയാൽ പോരെയെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും കേൾക്കാൻ നിന്നില്ല. അപ്പോൾ ഇക്കെന്നെ പണിയിട്ടിട്ടോ 2-3 ദിവസം അത് ഉണക്കാൻ നിന്നു. മറ്റേതാകുമ്പോൾ 2 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടോ, കൊഴിഞ്ഞ് വീണത്. അപ്പോൾ ഇതേപോലെ അമ്മ അതാ കുറേ ഒരു കവർ നിറച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അനിയത്തിൻ്റെ മോൾക്ക് വരുമ്പോൾ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചെമ്പരത്തി ഒന്നും കിട്ടാത്ത സമയത്ത് നമുക്ക് ഈ താളി എന്താ പറയുക, ചെമ്പരത്തിയുടെ പൂവ് ഉണക്കിയത് കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ കുളിക്കണ സമയത്ത് അത് തലയിൽ തേച്ച് കുളിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. മുടി കൊഴിച്ചിലിനും ഒക്കെ, മുടി വളരാനും ഒക്കെ നല്ലതാട്ടോ. താളി അല്ല ചെമ്പരത്തി അതേപോലെ കഞ്ഞിവെള്ളമൊക്കെ ഏറ്റവും നല്ലതാണല്ലോ. അപ്പോൾ ഇപ്പുറത്തും കുറേ ചെമ്പരത്തിയുടെ പൂവ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ റോഡിൻ്റെ മുകളിൽ തന്നെ അങ്ങനെ വെതറിട്ടുണ്ട്. അപ്പോൾ ഇത് മിഞ്ഞാന്ന് പൊട്ടിച്ച് വെച്ചിട്ടോ, ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞത് ശരിയാണെന്നൊക്കെ മനസ്സിലായി. കാരണം എന്നിട്ടും ഞാൻ ഈ പണി പിന്നെയും ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ ഈ വിരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ രണ്ടും ഞാൻ അടുത്തടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുന്നേ ഉണക്കി വെച്ചതാട്ടോ ഇത് പിന്നെ ഞാൻ കൊഴിഞ്ഞത് വീണ് ഉണക്കിയത്. അതാണ്ട് 2 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടി. ഒരു ദിവസം ഞാൻ മറന്നു കേട്ടോ, കവറിൽ നിന്ന് എടുക്കാൻ മറന്നു. അത് കാരണം വിയർപ്പ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിയർപ്പ് ഒരു കവറിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ ചൂട് കൊടുക്കാൻ ഈ വെയിലിൻ്റെ ചൂടിൻ്റെ അങ്ങനെ എടുത്തിട്ട് അങ്ങ് കവറിലിട്ടിട്ട് കെട്ടിച്ചു. പിന്നെ ഞാൻ പിറ്റേ ദിവസം മറന്നു ഇടാൻ. അത് കാരണം ചെറുതായി കറുത്ത കളർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിച്ചിട്ട് പിന്നെ അവിടെ ഇട്ടിട്ട് ഉണക്കാൻ. അപ്പോൾ വന്നപ്പോൾ തുടങ്ങിയതാണ്, എന്നിട്ട് കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അനിയത്തിൻ്റെ മോൾക്കും അനിയത്തിക്കൊക്കെ വേണ്ടിയിട്ട് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കവർ നിറച്ച് പൂവ് പൊട്ടിച്ചതാണ്, പക്ഷേ അത് വാടി വന്നപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. എന്നാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഇട്ടാൽ മതി കഞ്ഞിവെള്ളത്തിലാകുമ്പോൾ ആ കൊഴുപ്പ് കൊണ്ട് ഇതും കൊഴുപ്പ് തന്നെയല്ലേ, അപ്പോൾ നല്ലോണം താളി ഉണ്ടാവും ചെയ്യും കേട്ടോ. അപ്പോൾ അത് അത്രയും തോനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നല്ല റിസൾട്ടാട്ടോ ഇതിന് കിട്ടണത്. അപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞ കാരണം ഞാനും ഇതിന് ചെയ്യാൻ വേണ്ടി നിന്നു കേട്ടോ. അനിയത്തി പറഞ്ഞു ഇത് നല്ലതാണ് ഇങ്ങനെ തേക്കുന്നത്, മുടി കൊഴിച്ചിലും മുടി വളരാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും പരീക്ഷിച്ചിട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കൊണ്ടു. എന്താ പറയുക, ചെമ്പരത്തി കിട്ടുമ്പോൾ ഒക്കെ ഇതേപോലെ തന്നെ ഉണക്കി വെച്ചിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ചെമ്പരത്തി ഇല്ലാത്ത സമയത്ത് നമുക്ക് താളി ഉണ്ടാക്കി തേക്കാം. പിന്നെ എനിക്കാണെങ്കിൽ ചെമ്പരത്തിയുടെ പൂവും മേലെയൊന്നും കിട്ടൂല കേട്ടോ. കാരണം അടുത്ത വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും പോയിട്ട് പൊട്ടിച്ച് വന്ന് തേക്കാനോ പറിച്ചു വരാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കുറേ ഉണക്കി വെച്ചത് ഇതാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കൊണ്ടു.